വാഹനം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ല വാഹനം മോഡിഫിക്കേഷൻ. പിന്നെ ഈ സ്റ്റിക്കറിങ് അങ്ങനത്തെ ഒന്നും ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ ഈ അഡ്വഞ്ചർ സ്പോർട്സ് അല്ലെങ്കിൽ ഓഫ് റോഡിങ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ആർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഈ അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന ആൾക്കാരെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിനകത്തുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഞങ്ങളുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓരോരോ കാര്യങ്ങളിൽ ഇപ്പൊ ടയർ ആണെങ്കിൽ ശരി, അതല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന വിഞ്ച് ആണെങ്കിലും ശരി, സ്നോർക്കൽ ആണെങ്കിലും ശരി, ഇതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഒരു 1000-ഓളം വരുന്ന ആൾക്കാർ കേരളത്തിലുണ്ട് ഈ ഒരു മോട്ടോർ സ്പോർട്ടിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വാഹന പ്രേമികളായിട്ടുള്ള ആൾക്കാർ. അവരെല്ലാവരും ഇത് ഒരു ഫ്രീ സർവീസ് ആയിട്ട് ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമാവാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരു നോർമൽ വാഹനം എടുത്താൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അതിന്റെ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നു. സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടുതൽ ഡ്രൈവിംഗ് കംഫർട്ടും അതുപോലെ തന്നെ കോർണറിംഗിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പോവാതിരിക്കുക. ചുരുക്കി ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന വീക്ഷണത വണ്ടി കയ്യിൽ നിന്ന് പോവാതിരിക്കുക എന്നുള്ളതാണ്. അത് ഒരു കാരണവശാലും ഒരു സാധാരണ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനെ കൊണ്ട് ദോഷമൊന്നുമില്ല. ഇവിടെ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഓക്സിലറി ലൈറ്റ്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഗ് ലാംപ്സിന് ഓക്സിലറി ലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ട്രാക്കുകളിലും അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിലുമാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഇത് റോഡിൽ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ജീവിതത്തിൽ ഇന്നേ വരെ 4 വീൽ ഇടാത്ത ഒരാള് ഈ സാധനങ്ങളെല്ലാം കോപ്പി അടിച്ച് വെക്കുമ്പോൾ കോമൺലി ഒറ്റ പേരാണ് ഓഫ് റോഡേഴ്സ്. MT ടയേഴ്സ്, മട്ടറേൻ ടയേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, സസ്പെൻഷനിൽ മാറ്റങ്ങൾ വരുത്തിയ ആൾക്കാർ, ഒരു സ്നോർക്കൽ എക്സ്ട്രാ വെച്ച ആൾക്കാർ. ഈ സ്നോർക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലൂടെ വണ്ടി ഓടിക്കാം, ഒരു പരിധി വരെ വെള്ളത്തിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു കൺസിഡറേഷൻ ആണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ കാര്യത്തിൽ ഒരു കൺസിഡറേഷൻ കിട്ടുമ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റീനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. വാഹനം മോഡിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഓടിക്കുന്ന ആളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് വാഹനത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിനാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ, അതല്ലെങ്കിൽ നമ്മുടെ കാർ ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരായിരിക്കും അതിനെ കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ.